ഹലോ എവ്രി വൺ Q3 വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡ് മിക്സറിൻ്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യുന്നത്. ഏറ്റവും ബേസ് ലെവൽ മുതൽ പ്രൊഫഷണൽ വരെയുള്ള നമ്മൾ ഹോം ബേക്കേഴ്സിനും കിച്ചണിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ എഗ് ബീറ്റർ മുതൽ സ്റ്റാൻഡ് മിക്സറിൻ്റെ വലിയൊരു സ്റ്റാൻഡ് മിക്സർ വരെയുള്ള റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. പുതിയതായിട്ടൊരു സ്റ്റാൻഡ് മിക്സർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും ഓൾറെഡി ഇതേപോലത്തെ ഏതെങ്കിലും സ്റ്റാൻഡ് മിക്സർ കയ്യിലുള്ളവരും തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും 100% നിങ്ങൾക്കിത് യൂസ്ഫുൾ ആകും. അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് എഗ് ബീറ്ററിനെ കുറിച്ച് പരിചയപ്പെടാം. ഇതെല്ലാവരും ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീടുകളിൽ ഒരുപാട് വർഷങ്ങൾ മുന്നേ തന്നെ നമുക്കിത് അവൈലബിൾ ആണ്. നമ്മൾ മിക്ക വീടുകളിലും ഇതുണ്ടാകും. ഒന്നുകിൽ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങിച്ചിട്ട് ഇത് എല്ലാവർക്കും യൂസ് ചെയ്ത് നല്ല പരിചയം ഉണ്ടാകും. അപ്പോൾ ഇതേപോലത്തെ 2 ബ്ലേഡാണ് നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ വേറെ 2 ബ്ലേഡ് കൂടെ ഉണ്ട്. നമ്മൾ കോമൺലി അത് യൂസ് ചെയ്യാറില്ല. മെയിനായിട്ട് നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യാൻ വേണ്ടി ഈ ബ്ലേഡാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബേസിക് ആയിട്ടുള്ള എഗ് ബീറ്റർ വാങ്ങിക്കുമ്പോൾ ഈ ഒരു ബ്ലേഡ് ഫ്ലാറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഫ്ലാറ്റ് ആയിട്ടുള്ള ബീറ്റർ കൊണ്ട് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ അത്ര പെർഫോമൻസ് നമുക്ക് കിട്ടില്ല എന്ന് നമ്മൾ ഇതിന് മേലെയുള്ള ഒരു ബീറ്റർ യൂസ് ചെയ്താലേ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. ഒരു ഇലക്ട്രിക് ബീറ്ററിൽ നമ്മൾ ഏത് ബൗളിലിട്ട് ബീറ്റ് ചെയ്യുമ്പോഴും മാക്സിമം 4 എഗ്ഗ് അല്ലെങ്കിൽ 1/4 കപ്പ് ക്രീം മാത്രമാണ് നമ്മുടെ കപ്പാസിറ്റി. അപ്പോൾ ഓൺലൈനിലൊക്കെ ഇത് വാങ്ങാൻ നോക്കുന്നവർ 320 മുതൽ 10,000 രൂപ വരെയുള്ള എഗ് ബീറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നല്ലത് നോക്കി വാങ്ങിക്കുക. ബ്ലേഡൊക്കെ നോക്കുക, പിന്നെ സ്പീഡ് നോക്കുക, പിന്നെ വാട്ട്സൊക്കെ നോക്കുക. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഗ്യാരൻറ്റി വാറൻറ്റിയോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് മിക്സർ കൂടെ പരിചയപ്പെടാം. ഇതാണ് സ്റ്റാൻഡ് മിക്സറിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. ഇത് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട എഗ് ബീറ്ററിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടൊരു പ്ലാസ്റ്റിക് സ്റ്റാൻഡാണ്. അപ്പം നമ്മൾ ഷോപ്പിൽ നിന്ന് അത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റാൻഡിൽ വെച്ച് കഴിയുമ്പോൾ ഈ ബൗളിൽ നമ്മുടെ ഈ ഒരു വിസ്ക് ബ്ലേഡ് തട്ടുന്നുണ്ടോയെന്ന് നോക്കണം. അപ്പോൾ ഒരു എഗ്ഗ് പോലും ബീറ്റ് ചെയ്യാൻ പാകത്തിലുള്ള സ്റ്റാൻഡ് മിക്സറാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ നമുക്ക് കൂടുതൽ എഗ്ഗൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ഈ ഒരു സ്റ്റാൻഡ് മിക്സറിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നമുക്കിത് അത്ര യൂസ്ഫുൾ ആയിരിക്കില്ല. ഈ ഒരു സ്റ്റാൻഡിനൊന്നും ഒട്ടും വെയിറ്റ് ഇല്ല, തീരെ വെയിറ്റ് ഇല്ലാതെയാണ്. അപ്പം നമുക്കിത് ടിൽറ്റ് ചെയ്യാനും ലോക്ക് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. അപ്പം നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ നേരത്തെ പറഞ്ഞ പോലെ യൂസേജ് നടന്നില്ലെങ്കിൽ നമുക്ക് ആ ബൗൾ എടുത്ത് സെപ്പറേറ്റ് എടുത്ത് ഇതേപോലെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഹാൻഡ്സ് ഫ്രീ എന്നുള്ള ആ പർപ്പസ് നമുക്ക് ലഭിക്കില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് മിക്സർ വാങ്ങുമ്പോൾ അത് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് 3,000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള സ്റ്റാൻഡ് മിക്സേഴ്സ് പല ബ്രാൻഡിൻ്റെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എഗ് ബീറ്ററിൻ്റെ അതേ കപ്പാസിറ്റി തന്നെയാണ് ഈ ഒരു സ്റ്റാൻഡ് മിക്സറിനും കിട്ടുന്നത്. മാക്സിമം ഒരു 4-5 എഗ്ഗും പിന്നീട് ഒരു 1/2 കപ്പ് 3/4 കപ്പ് ക്രീമും ആണ് നമുക്കിതിൽ നന്നായിട്ട് ബീറ്റ് ചെയ്യാനായിട്ട് പറ്റുക. തിന്നായിട്ടുള്ള ബ്ലേഡ് ആയതുകൊണ്ട് മറ്റേ ഇലക്ട്രിക് ബീറ്ററിനേക്കാൾ കൂടുതൽ പെർഫോമൻസ് ഈ ഒരു ബീറ്ററിനുണ്ടാവും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കിച്ചണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കിച്ചൺ എയ്ഡിൻ്റെ 3.5 ലിറ്ററിൻ്റെ ഒരു സ്റ്റാൻഡ് മിക്സറാണ്. ഈ ഒരു സ്റ്റാൻഡ് മിക്സർ ഒരാളുടെ ജോലിയാണ് സത്യം പറയുകയാണെങ്കിൽ ചെയ്യുന്നത്. ഇത് തികച്ചും ഹാൻഡ്സ് ഫ്രീ ആണ്, ഹെവി വെയിറ്റ് ആണ്, ഒരു മിനി പ്രൊഫഷണൽ തന്നെയാണ്. നല്ല ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഈ ബൗൾ ഇതിനെ മേലെ ലോക്ക് ചെയ്യുക. പിന്നെ നല്ലൊരു വയർ വിസ്കാണ് ഇതിനുള്ളത്, അത് ഇതിനെ മേലെ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇവിടെയാണ് ഇതിൻ്റെ ടിൽറ്റ് ലോക്ക് വരുന്നത്. അപ്പോൾ ലോക്ക് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക. പിന്നെ ഇതിന് 10 സ്പീഡാണുള്ളത്. അപ്പോൾ ഈ ഒരു 10 സ്പീഡിൽ തന്നെ നല്ല നമുക്ക് പെട്ടെന്ന് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് എഗ്ഗ് ആണെങ്കിലും ക്രീം ആണെങ്കിലും ഒക്കെ വളരെ കുറഞ്ഞ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യും. ഇതിൻ്റെ കൂടെ 2 അറ്റാച്ച്മെൻറ്റ്സ് കൂടിയുണ്ട്. നമുക്ക് ഡോ നീഡ് ചെയ്യാനും പിന്നെ ബട്ടർ ബീറ്റ് ചെയ്യാനും വേറെ 2 അറ്റാച്ച്മെൻറ്റ്സ് ഉള്ളത്. പക്ഷേ ഞാൻ അതൊന്നും യൂസ് ചെയ്യാറില്ല. മെയിനായിട്ട് ഈ ഒരു സംഭവമാണ്, ഈ ഒരു വിസ്ക് വെച്ചിട്ടുള്ള കേക്കിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഞാനിത് വാങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞു. ഇതിന് 5 വർഷമാണ് ഗ്യാരൻറ്റിയും വാറൻറ്റിയും ഒക്കെ ഉള്ളത്. അപ്പോൾ എന്ത് സർവീസും നമുക്കവർ ഫ്രീ ആയിട്ടാണ് ചെയ്തു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ സർവീസ് വരുന്നത് ഹൈദരാബാദിലാണ്. അപ്പോൾ ഹൈദരാബാദിൽ നിന്ന് നമുക്ക് കുറച്ച് സമയം എടുക്കുമെങ്കിലും ഒന്ന് ഫ്രീ സർവീസാണ് അവർ നടത്തുന്നത്. പിന്നെ കിച്ചൺ എയ്ഡിൻ്റെ ഏറ്റവും ബേസിക് ആണ് ഈ ഒരു 3.5 ലിറ്ററുള്ള ഈ ഒരു സ്റ്റാൻഡ് മിക്സർ. ഇതിന് വരുന്നത് 32,000 രൂപയാണ്. ഈ ഒരു 4 വർഷത്തിനുള്ളിൽ എനിക്കൊരു പ്രാവശ്യം മാത്രമാണ് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് തോന്നിയത്. ഇതിൻ്റെ സ്പീഡിൽ ചെറിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് ഞാനത് സർവീസിന് കൊടുക്കുകയും വളരെ ഫ്രീ ആയിട്ട് തന്നെ ഒരു മാസത്തിനുള്ളിലാണ് നമുക്കിത് കിട്ടിയത്. എന്നാലും ഫ്രീ ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്കിത് തിരിച്ച് കിട്ടി. പിന്നെ എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ് ഇതിന് കൂടുതൽ കറണ്ടാവോ, ഇലക്ട്രിസിറ്റി കൺസംഷൻ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇതിന് നമ്മൾ സാധാ ബീറ്ററിൻ്റെ അതേപോലെ തന്നെ 220 240 വാട്ട്സ് തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിന് കൂടുതൽ കറൻറ്റിൻ്റെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ സാധാരണ ബീറ്റർ യൂസ് ചെയ്യുന്ന അതേ ഒരു ഇലക്ട്രിസിറ്റി തന്നെയാണ് നമുക്കിതിന് ആവുന്നത്. 7 എഗ്ഗും പിന്നെ ഒരു 400 ml വിപ്പിംഗ് ക്രീമുമാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി. അപ്പോൾ അത് അമേരിക്കൻ പ്രോഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു മിനിമം ഗ്യാരൻറ്റി നമുക്ക് ഇതിന് പ്രതീക്ഷിക്കാം. ഒരു എഗ്ഗ് മാത്രം വേണമെങ്കിലും ബീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ കിച്ചൺ എയ്ഡിൻ്റെ സ്റ്റാൻഡ് മിക്സർ സർവീസിന് കൊടുത്ത സമയത്താണ് ഞാൻ ഈ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡ് മിക്സർ വാങ്ങിക്കുന്നത്. ഇതും പ്രൊഫഷണലിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ നമുക്ക് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് ചെയ്യാൻ നമുക്ക് ഈ കിച്ചൺ എയ്ഡിൽ ചെയ്തപ്പോൾ നമുക്ക് സാധാ ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഉള്ളതിൽ ഇപ്പോൾ കുറച്ചുകൂടെ വലുത് വാങ്ങാം എന്നുദ്ദേശിച്ചിട്ടാണ്. ഇതിൻ്റെ ബൗൾ വരുന്നത് ഒരു 10 ലിറ്ററാണ്. അപ്പോൾ ഇതും ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്. ഇതിൻ്റെ ടിൽറ്റ് ഇത് ഭയങ്കര വെയിറ്റാണ്. നമുക്കൊരു സ്ഥലത്ത് ഒന്ന് ഫിക്സ് ചെയ്താൽ നമുക്ക് ആ സ്ഥലത്ത് നിന്ന് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് തേച്ചതെടുത്ത് പൊക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്, നല്ല കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെയിറ്റുള്ള ടേബിളിൻ്റെ മേലെയൊക്കെ ഇത് നമുക്ക് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ടിൽറ്റും പിന്നെ അതിന് സ്പീഡായിട്ട് വരുന്നത് ഒന്ന് ഒരു ന്യൂട്രലായിട്ടുള്ള ഒരു ഓൺ ഓഫ് ബട്ടണും പിന്നീട് ഒരു 10 സ്പീഡിലുള്ള ഒരു റൊട്ടേറ്റിംഗ് ബട്ടണുമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിസ്ക് തന്നെ നല്ലൊരു സൈസാണ്, വലിയൊരു സൈസിലുള്ളൊരു വിസ്കാണ് വരുന്നത്. അപ്പം നമ്മൾ ഏതൊരു സ്റ്റാൻഡ് മിക്സറോ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു വിസ്ക് ബൗളിൻ്റെ ഏറ്റവും അടിയിൽ വരെ എത്തുന്നുണ്ടോ എന്നാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. 25,000 ആണ് ഇതിന് റേറ്റ് വരുന്നത്. കിച്ചൺ എയ്ഡിനേക്കാൾ റേറ്റ് കുറവാണ്. ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരുമിച്ച് ഒരു 20 എഗ്ഗ്, അതായത് ഒരു 5 കിലോ കേക്കിലുള്ള ബാറ്ററൊക്കെ ഒരുമിച്ച് അടിക്കാം. പിന്നെ 1 കിലോ വിപ്പിംഗ് ക്രീമിൻ്റെ പാക്ക് മൊത്തമായിട്ടും നമുക്കിതിൽ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വലിയ ഓർഡേഴ്സൊക്കെ വരുമ്പോൾ ഇത് വളരെയധികം യൂസ്ഫുള്ളാണ്. പിന്നെ നമുക്ക് 2 ബീറ്ററൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനിതിൽ ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് ഈ ബൗൾ യൂസ് ചെയ്യും. പിന്നെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിച്ചൺ എയ്ഡ് യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം നമ്മുടെ യൂസേജ് അനുസരിച്ചിട്ട് നമ്മൾ എഗ് ബീറ്റർ അല്ലെങ്കിൽ സ്റ്റാൻഡ് മിക്സർ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെയും 2 അറ്റാച്ച്മെൻറ്റ്സ് വേറെ വരുന്നുണ്ട്. അതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. നമുക്ക് ഭയങ്കര ഹെവി ആയിട്ടാണ് ഈ 2 കിച്ചൺ എയ്ഡിൻ്റെയും ഈ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡ് മിക്സറിൻ്റെയും വെയിറ്റ് എന്ന് വരുന്നത് ഭയങ്കര വെയിറ്റാണ്. പക്ഷേ നമുക്ക് ഇലക്ട്രിസിറ്റി ഒക്കെ എല്ലാ ബീറ്ററിനും സെയിമാണ്. 240 220 240 വാട്ട്സിലാണ് എല്ലാ ഇതിൻ്റെ മോട്ടോർ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഗ്യാരൻറ്റി വാറൻറ്റി എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് ഗ്യാരൻറ്റി വാറൻറ്റി ഒന്നും കമ്പനി നൽകുന്നില്ല. അപ്പോൾ ഇത് ഞാൻ മലപ്പുറത്തുള്ള മാപ്പ് കിച്ചൺ എന്ന ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ അവർ ഗ്യാരൻറ്റിയും വാറൻറ്റിയും തരാത്തത് ഇതിൻ്റെ ഒരു പെർഫോമൻസ് ലെവൽ കൊണ്ട് തന്നെയാണ്. കാരണം ഇതുവരെ ആരും ഒരു കംപ്ലൈൻറ്റുമായിട്ടും ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അത്രയും അവർ തരുന്ന ഒരു ഗ്യാരൻറ്റിയാണ് നമ്മളിത് വാങ്ങാനായിട്ട് നമ്മൾ ഇൻസ്പയർ ആവുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അഭിപ്രായങ്ങളുണ്ടെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ Q3 വേൾഡ് എന്ന ഈ ഒരു ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.